ഇനി മറ്റൊരു യുദ്ധമുഖമായ യുക്രൈനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണം ശക്തമാക്കുകയാണ് റഷ്യ. 4 ദിവസങ്ങൾക്കിടെ വീണ്ടും റഷ്യയുടെ ഡ്രോൺ ആക്രമണവും അതേപോലെ തന്നെ മിസൈൽ ആക്രമണവും കടുക്കുന്നു. യുക്രൈനിലെ ഊർജ്ജ ശൃംഖലയെ പൂർണ്ണമായും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം റഷ്യ നടത്തുന്നുണ്ട്. 8 മേഖലകളിലായി 300 ഡ്രോണുകളും 18 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂസ് മിസൈലുകളുമാണ് റഷ്യ തൊടുത്തത് എന്നാണ് യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അറിയിക്കുന്നത്. വടക്കുകിഴക്കൻ യുക്രൈനിലെ ഹാർക്കീവിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടു. കീവ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ് എന്നുകൂടി സെലൻസ്കി പറയുകയാണ്. ട്രംപിൻ്റെ നേതൃത്വത്തിൽ യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളെല്ലാം നടന്നെങ്കിലും അതെല്ലാം പാളി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു.